സാധാരണ എല്ലാവരും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ലക്ഷ്യമല്ല പ്രാധാന്യം, നമുക്ക് മാർഗ്ഗമാണ് പ്രാധാന്യം. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നു, നമുക്ക് മാർഗ്ഗമല്ല പ്രാധാന്യം, നമുക്ക് ലക്ഷ്യമാണ് പ്രാധാന്യം. ഈ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കുക, പിന്നെ കൂടെ ഒരാളുള്ളത് കൊണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് മെയിനായിട്ടൊന്ന് പോകുന്നത്. ഈ വീഡിയോ എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എഡിറ്റ് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, കയ്യാലപ്പുറത്തുള്ളൊരു തേങ്ങയുടെ അവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡിയോ വ്ലോഗർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് നാൾക്ക് ശേഷം, അതായത് ഏതാണ്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു റൈഡ് വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് ആരൊക്കെ ശ്രദ്ധിച്ചെന്നറിയത്തില്ല, നമ്മുടെ മുമ്പിൽ കൂടെ ഒരു കിടിലും ജീപ്പ് പോകുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല കിടിലം ഹൈറ്റും നല്ല വലിയ ടയറൊക്കെ ഇട്ട് സൂപ്പർ ഒരു ജീപ്പ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് റൈഡ് പോകുന്നത്. ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. സാധാരണ എല്ലാവരും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ലക്ഷ്യമല്ല പ്രാധാന്യം, നമുക്ക് മാർഗ്ഗമാണ് പ്രാധാന്യം. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നു, നമുക്ക് മാർഗ്ഗമല്ല പ്രാധാന്യം, നമുക്ക് ലക്ഷ്യമാണ് പ്രാധാന്യം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 4:45 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. ഒബ്വിയസ്ലി ഇന്നലെ നമ്മുടെ തിരുനക്കര അമ്പലത്തിൽ പൂരമായിരുന്നു. പൂരത്തിന് സാധാരണ ഒരു മഴയൊക്കെ പെയ്യാറുള്ളതാണ്, ബട്ട് പെയ്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കടം വന്നിരുന്നൊരു നിമിഷത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് വിളിച്ചില്ല, മെസ്സേജ് അയച്ച് ചോദിച്ചു, എങ്ങനെയാണ് എങ്ങോട്ടേലും പോയാലോ? അപ്പോൾ പറഞ്ഞു ബാ പോകാമെന്ന് പറഞ്ഞു. നേരെ കയറി കുളിച്ചു റെഡിയായി ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു Q&A സെക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു Q&A സെക്ഷൻ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ കുമരകത്തുള്ള ഹൗസ് ബോട്ട് ടെർമിനലിൽ ഈ സമയത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കുക, പിന്നെ കൂടെ ഒരാളുള്ളത് കൊണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് മെയിനായിട്ടൊന്ന് പോകുന്നത്. അപ്പോൾ ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെങ്ങള ഏരിയയിലാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ റൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇന്ധനം ഒന്ന് നിറയ്ക്കണം. കാരണം തീരെ പെട്രോൾ ഇല്ല. അങ്ങനത്തെ ഒരു ദാരിദ്ര്യ അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പമ്പലോ കാര്യങ്ങളൊന്നും കേട്ടില്ല. അപ്പോൾ ഈ പമ്പിൽ കയറ്റി ഒന്ന് പെട്രോൾ അടിക്കണം, എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് പരിപാടിയിലേക്ക് കിടക്കാം. നല്ല തിരക്കാണല്ലോ എല്ലാ കൗണ്ടറിലും. അപ്പോൾ നമ്മുടെ ഇന്ധനം നിറയ്ക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കൂടെ നിന്ന് വരാമെന്ന് പറഞ്ഞ ആളെ ഞാനിപ്പോൾ വിളിച്ചു. അപ്പോൾ ആളും അവിടെ റെഡിയാണ്. നമുക്കപ്പം പോവാം. ബാക്കി പൈസ കിട്ടിയായിരുന്നോ? ആ കിട്ടി. ഓക്കെ. ഇവിടെ എവിടെയോ ആൾ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ആ, അതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കമ്പനി ഫോർ ദ റൈഡ്. ഹലോ, വെൽക്കം ടു ഡിയോ വ്ളോഗ്. ഒത്തിരി നേരമായി വന്നിട്ട് പോവാ. എന്തോ മാരകമായിട്ടുള്ള സൗണ്ട് കേട്ടപ്പോൾ ഞാനോട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ആ ഒരു എന്താ പറയുക, നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ റൈഡാണിത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് എവിടെയും പോകേണ്ട വന്നിട്ടില്ല, പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഒഫീഷ്യലി പറയുമ്പോൾ ആദ്യത്തെ റൈഡാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ജാക്കറ്റ് അല്ലല്ലോ, ഈ ഒരു ജേഴ്സി ഇട്ടിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയും കൂടെ ആണിത്. ആദ്യത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ ജീപ്പാണ് ആ പോകുന്നത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓഫ് റോഡ് ട്രാക്കിൽ പോയിൻ്റെ വീഡിയോ. ഞാൻ അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്.
ഈ വീഡിയോ എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എഡിറ്റ് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, കയ്യാലപ്പുറത്തുള്ളൊരു തേങ്ങയുടെ അവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് നാളായിട്ട് റൈഡും കാര്യങ്ങളൊന്നും പോകാത്തത്, അല്ലെങ്കിൽ വീഡിയോസ് എന്താണ് ഇപ്പം ഡിലേ ആവുന്നത്, അങ്ങനെ വിചാരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈഡും കാര്യങ്ങളും പോകാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റാണ് മെയിൻ പ്രശ്നം. വെയിലെന്ന് പറഞ്ഞാൽ അസാമാന്യ വെയിലാണ്. രാവിലെ ഒരു 10 തൊട്ട് വൈകുന്നേരം ഒരു 2:30-3 മണി വരെ മാരകമായിട്ടുള്ള വെയിലാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന തരത്തിലുള്ള വെയിലാണ് ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജാക്കറ്റ് ഞാൻ കൊടുത്ത കാര്യം നിങ്ങൾ ഒരുപാടുപ്പെട്ടവർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോങ് റൈഡ് പോകാനായിട്ട് ജാക്കറ്റ് ഇല്ലാണ്ട് പോകാനൊരു ധൈര്യക്കുറവ്. ഷോ കാണിക്കാനൊന്നുമല്ല, ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും പോയി വീഴുകയോ എല്ലാം ചെയ്താലും നമ്മുടെ കൈയും ഷോൾഡറും പിന്നെ അതുപോലെ പുറമൊന്നും ഒന്നിച്ചൊന്ന് തട്ടിയാലും അധികം ഇമ്പാക്റ്റ് ഒന്നും വരാതിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ജാക്കറ്റ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാക്കറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ കാരണമാണ് ഇപ്പോൾ റൈഡ് പോകാനായിട്ടൊരു മടിയും പേടിയൊക്കെ. അതിൻ്റേതായ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് ക്ഷാമവും അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ക്ഷാമവും എല്ലാം ഇപ്പം ചാനലിൽ അനുഭവിക്കുന്നുണ്ട്. ഇതെന്താണ് എല്ലാവരും കൂടെ എൻ്റെ നെഞ്ചത്തൊക്കെ? ഓക്കെ. അപ്പം നമ്മുടെ കമ്പാനിയൻ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. നമ്മുടെ ഓൺ ദ റൂട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ ആ ജോയിൻ ആയ സ്പോട്ടിൽ തന്നെയാണ് പുള്ളിക്കാരത്തിൻ്റെ വീടും. അപ്പോൾ ഇച്ചിരി എന്താ പറയുക, ട്രിപ്പ് എന്തൂസിയാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വൈബൊക്കെ ആയിട്ട് ഏകദേശം ചേർന്ന് പോകുന്ന ഒരാളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോഴേ വന്നു. അല്ലെങ്കിൽ സാധാരണ വേറൊരാളൊക്കെ ആണെങ്കിൽ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും പോകണോ വേണോ, മഴ എങ്ങാനും പെയ്താലോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മഴ പെയ്യണേ പെയ്യട്ടെ, പെയ്തില്ല. എന്നോട് കോൾ എടുത്തപ്പോഴേ പറഞ്ഞത്, എടാ മഴ പെയ്തില്ലെങ്കിൽ പോകുന്നതിനോട് അർത്ഥമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഏകദേശം ആ വേവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഹോൺ അടിച്ച് കയറി വന്നിട്ട് ആ പുള്ളി എൻ്റെ നെഞ്ചത്തേക്ക് കയറുന്ന രീതിയാണ് റൈറ്റിലേക്ക് ടേൺ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ റെയറായിട്ടാണ് എനിക്ക് എന്താ പറയുക ഫൂട്ടേജ് ആയിട്ട് കിട്ടാറുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാൻ ടേൺ ചെയ്യുക, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ട് നിർത്തുക, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഫൂട്ടേജ് കിട്ടുന്നത്. ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളിപ്പോൾ 2 പേരുണ്ട്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ ചെല്ലണം. അവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഈ ജേഴ്സിയും ഗ്ലൗവും ഹെൽമെറ്റും എല്ലാം ഇട്ടിട്ട് എനിക്ക് നല്ല ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എങ്ങോട്ടാ പോകണ്ടേ? ഹൗസ് ബോട്ട് ടെർമിനലിൽ അങ്ങോട്ട് ഇല്ല, ഒരു 1.5 കിലോമീറ്റർ. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹമാണ് ഇത്ര നേരം പറഞ്ഞത്, ഹൗസ് ബോട്ട് ടെർമിനൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത്. പുള്ളിക്കാരിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ ഇതുവരെ ചോദിച്ചില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിർത്തി ചോദിച്ചത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അവിടെ ചെല്ലുക, അവിടുത്തെ ആ ഒരു കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കുക, എന്തെങ്കിലും മണ്ടത്തരങ്ങളും ചെളിയൊക്കെ പറഞ്ഞിരിക്കുക, എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക, കുറച്ച് വീഡിയോസ് എടുക്കുക, എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പറ്റുവാണെങ്കിൽ ചായ കുടിച്ചിട്ട് തിരിച്ചു വരിക. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്ലാനിങ്. ഇതിനകത്ത് എത്രത്തോളം വീഡിയോസ് എനിക്ക് ഫൂട്ടേജായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. നമുക്കിപ്പം മാക്സിമം കളറാക്കാൻ പറ്റുന്ന പോലെ കളറാക്കാൻ നോക്കാം. നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, ആ വണ്ടിയുമായിട്ട് പുള്ളിക്കാരുടെ ഡ്രസ്സിങ്ങിൽ ചെറിയൊരു മാച്ചിങ് ഒക്കെ ഉണ്ട്. യു ആർ ഇൻ ദ വ്ളോഗ്, ദാറ്റ്സ്. നേരെ ചെന്ന് ചവിട്ടിയിടാൻ തോന്നുന്നു, അതുപോലെ ചേട്ടാ സൈക്കിൾ ഓടിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒഫൻസീവ്. ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ മഴക്കാറൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ ഏതാണ്ട് ഒരു സന്ധ്യ ആവുന്നതിൻ്റെ ക്ലൈമറ്റിലേക്ക് വന്നു. പക്ഷേ ആ മഴക്കാരൊക്കെ ഉണ്ട്, ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിടിലനായിരുന്നേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ എങ്ങനെയായി തീരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നുള്ള കാര്യം. ബാക്ക് ഇൻ 2020 ഞാൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കാറുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. ഹായ്,
ട്രാക്ടറൊക്കെ എൻ്റെ വീഡിയോയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വ്യൂ ആണത്. ഇതാ നെല്ലൊക്കെ എന്താ പറയുക കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന ചേട്ടന്മാരും അതിൻ്റെ കണക്കൊക്കെ എഴുതുന്ന ചേട്ടന്മാർ താഴെ നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നല്ല കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട്, എനിക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്. ക്യാമറയിലൂടെ എത്രത്തോളം നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം നമ്മളങ്ങനെ ഒരുപാട് നേരത്തെ വണ്ടി ഓടിക്കലിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ്. ചേച്ചി ഇവിടെ നേരത്തെ പോയി സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം നമ്മളൊരു Q&A സെക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു. അത് ഏതാണ്ട് ദാ ഇവിടെയാണ് ഞാൻ ഇരുന്ന് Q&A സെക്ഷൻ വീഡിയോ ചെയ്തത്. അന്നൊന്നും ഇത്രയും പോളയൊന്നും ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക, ഇങ്ങോട്ടേക്ക് വെള്ളത്തിൻ്റെ ഒരു അതിപ്രസരമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. മീൻ പിടിക്കാനായിട്ട് ചേട്ടനൊക്കെ വന്നിരിപ്പുണ്ട്. എന്നെപ്പോലെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നവരുണ്ട്, ആ ചേച്ചീനെ പോലെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നവരുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങാറ്റത്തൊരു ചേട്ടനെ പോലെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നവരുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ വരുന്നുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ വലയൊക്കെ ഇട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ കിട്ടിയോ ചേട്ടാന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ആ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കയറാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ചേട്ടാ, ഇതെന്താ ഈ കലക്കുന്നത്? ഓ, ചൂണ്ട കിട്ടിയതാ. സോറി ചേട്ടാ, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. വലിച്ചപ്പോൾ നല്ല കനമുള്ള എന്തോ മീനാന്ന് വിചാരിച്ച. പിള്ളേരാരോ ഹോളി ആഘോഷിക്കാൻ വന്നാന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ക്ലൈമറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചെറിയൊരു കാറ്റും കംപ്ലീറ്റ്ലി മേഘമൊക്കെ മൂടി നിൽക്കുന്നു. നേരത്തെ വന്നതിനെക്കാട്ടി ഇവിടെ മേഘങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കുറച്ചുകൂടെ വന്നു. പിന്നെ അതുപോലെ എന്താ പറയുക, ആളുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, കുറച്ച് നേരം വന്ന് ചില്ലടിക്കാൻ പറ്റിയൊരു സ്പോട്ട്, ഒരു ചായക്കടയും കൂടെ ഉണ്ടെങ്കിൽ അന്തസ്. അങ്ങനത്തെ ലെവലിൽ എത്തി നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നു, ചളിയൊക്കെ അടിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് വിടുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിങ് ഏകദേശം ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും.